ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ കുറച്ച് ലെവൽസ് ഇന്നത്തെ മാർക്കറ്റിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തായിരുന്നു. പക്ഷേ നമുക്കത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അതിന് പകരമായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ടെലിഗ്രാമിൽ കറക്റ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. മാർക്കറ്റ് അനാലിസിസിൻ്റെ വീഡിയോ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്തായിരുന്നു. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കയറിയിട്ട് നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മൾക്ക് ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു പേജുണ്ട്. മോസ്റ്റ്ലി ഇൻഡിക്കേറ്റേഴ്സ് സെല് ചെയ്യുന്നൊരു പേജാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ മാത്രം എന്ത് ചെയ്യുക, ആ പേജ് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ടെലിഗ്രാമിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ലെവൽസ്, അപ്പോൾ ആ ലെവൽസിൽ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്, ആ ലെവൽസിലെ മാർക്കറ്റ് റിയാക്ട് ചെയ്തോ റെസ്പെക്റ്റ് ചെയ്തോ എന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത്രയും ലെവൽസ് ആയിരുന്നു ഞാൻ ഇന്നലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്ന ലെവൽസ്. കാരണം ആ ലെവൽസിൽ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ലെവലായിട്ട് ഞാൻ കണ്ട ലെവലായിരുന്നു ഈ ഒരു ലെവല്. ഫസ്റ്റ് ലെവൽ 22,546. ആ ഒരു ലെവലിനെ ഞാൻ എടുത്തത് പ്രീവിയസ് ഡേയിൽ മാർക്കറ്റിലൊരു ബൈയിങ് കാണിച്ചൊരു ഏരിയ ആണ്. തിരിച്ച് മാർക്കറ്റ് ആ ഒരു ഏരിയയിലും ബൈയിങ് കാണിക്കാനുള്ളൊരു പോസിബിലിറ്റി നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ആ ബയേഴ്സ് എത്ര സ്ട്രോങ് ആണ് എന്ന് നമുക്ക് ക്യാൻഡിൽസ് വന്നു കഴിഞ്ഞിട്ടേ മനസ്സിലാവൂ എന്ന് പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിലൊക്കെ ബയേഴ്സ് വന്നായിരുന്നു. പക്ഷേ ബയേഴ്സ് ആ ഒരു ഏരിയയിലൊന്നും സ്ട്രോങ് ആവുന്നതായിട്ട് നമുക്ക് കണ്ടില്ല. അതേപോലെ ലാസ്റ്റ് നമ്മൾ വരച്ചൊരു ലെവലും കൂടി ആയിരുന്നു ഈ ഒരു ലെവല്. ഒരു സെക്കൻഡ്. ഓക്കെ, ലാസ്റ്റ് നമ്മൾ വരച്ചൊരു ലെവലായിരുന്നു ഈ ഒരു ലെവൽ. ആ ഒരു ലെവൽ എന്ന് പറയുന്നതായിരുന്നു 22,518 എന്ന് പറഞ്ഞ ലെവൽ. ആ ഒരു ലെവൽ എന്ന് പറയുന്നത് എന്തായിരുന്നു, പ്രീവിയസ് ഇന്നലത്തെ ദിവസമല്ല മൺഡേയിൽ ഷാർപ്പായിട്ട് ബൈയിങ് നടന്ന ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ ആ ഏരിയയിലും വേണമെങ്കിൽ മാർക്കറ്റിന് ഒരു ബൈയിങ് നടക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ എക്സാക്ട്ലി ആ പോയിന്റിൽ മാർക്കറ്റ് വന്ന് ബൈയിങ് നടത്തി തിരിച്ച് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ഏരിയയിലാണ്. മോസ്റ്റ്ലി ഞാൻ നാളെ എക്സ്പെക്റ്റ് ചെയ്യുന്നതൊരു സ്ലൈറ്റ് ഗ്യാപ്പ് ഡൗൺ ആയിരിക്കും. ഞാൻ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നില്ല. നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടേ നമുക്ക് എന്തായാലും എൻട്രീസ് എടുക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് തന്നെ നമുക്ക് എന്താണ് നടക്കാൻ പോകുന്നത്, എന്തായിരിക്കാം മാർക്കറ്റിൽ നടക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മാർക്കറ്റ് എക്സാക്ട്ലി നമ്മൾ പറഞ്ഞ ലെവലിലെ താഴെ തന്നെ നമുക്കൊരു ക്ലോസിങ് തന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഡെയിലിയിലും വീക്ക്ലിയിലും മാർക്കറ്റ് ബെയറിഷ് തന്നെയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളായിരുന്നു ഇന്ന് നമ്മൾ പറഞ്ഞത്. ഇന്ന് എനിക്കൊരു എൻട്രി വന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ബെയറിഷാണ്. ഈ ഒരു ലെവലിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഈ ഒരു ലെവലിൽ ഉള്ളിൽ നിന്നൊക്കെ ഇന്നലെ ദിവസം മാർക്കറ്റ് ഷാർപ്പായിട്ട് സെല്ലിങ് തന്ന ഏരിയ ആണ്. കാരണം ഈ ബയേഴ്സിനെ ഫുൾ എലിമിനേറ്റ് ആക്കിയ ഒരു ഏരിയ ആണ്. ആ ഒരു ഏരിയയിൽ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. അവിടെ നിന്ന് മാർക്കറ്റിന് ഷാർപ്പായി ഡൗൺ സൈഡിലോട്ട് വന്നു. നമ്മളൊരു പ്രീമിയം ഡിസ്കൗണ്ട് ഏരിയ കണ്ടെത്തി ഒരു എൻട്രി മോഡൽ കിട്ടിയ ടൈമിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു 19 പോയിൻറ്റ്സിൽ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിട്ട് നമ്മൾ ടാർഗറ്റ് കീപ്പ് ചെയ്ത് എക്സാക്റ്റ് നമ്മൾ പറഞ്ഞ ലെവലും നമ്മൾ പറഞ്ഞ ടാർഗറ്റും ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് മൂവ്മെൻറ്റ് തന്നത്. അവിടെ നിന്ന് മാർക്കറ്റ് ഷാർപ്പായിട്ട് ഡൗൺ സൈഡിലോട്ട് വന്നു. ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം കൂടി നമ്മൾ കണ്ടായിരുന്നു. ആ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ നിഫ്റ്റി ഡൗൺ സൈഡിലോട്ടായിരുന്നു. സെൻസെക്സും സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ഡൗൺ സൈഡിലോട്ടായിരുന്നു. പക്ഷേ ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കുന്ന ടൈമിൽ ഫസ്റ്റ് മോർണിംഗ് സെഷനിൽ ബാങ്ക് നിഫ്റ്റി അപ്പ് സൈഡിലോട്ട് മൂവ്മെൻറ്റ് വന്നു. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു ഏതായാലും ബാങ്ക് നിഫ്റ്റി ഡൗൺ സൈഡിലോട്ട് വരാനുള്ളൊരു പ്രോബിലിറ്റി ഞാൻ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ വിക്സിൻ്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിക്സ് ഓൾമോസ്റ്റ് 13 മാത്രമേ ഉള്ളായിരുന്നു. ഹൈ വോളറ്റിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന നമുക്ക് ട്രയൽ ചെയ്തുകൊണ്ട് നമ്മൾ ടാർഗറ്റുകളെ പോയില്ല. കാരണം വിക്സ് അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് തരത്തില്ല. പക്ഷേ നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ പോയിൻറ്റ്സ് നമുക്ക് ക്യാച്ച് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയും കാര്യങ്ങളായിരുന്നു എനിക്ക് ഇന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ബാങ്ക് നിഫ്റ്റി അപ്പ് സൈഡിലോട്ട് മൂവ്മെൻ്റ് ആയിരുന്നു മോർണിംഗിൽ തന്നത്. നിഫ്റ്റി ആൻഡ് സെൻസെക്സ് വാസ് ഷോയിങ് ഡൗൺവേർഡ് മൂവ്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ വന്ന എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്വിങ്ങിൻ്റെ ഒരു എൻട്രി മോഡൽ കിട്ടിയ ടൈമിൽ തന്നെ നമ്മൾ എക്സാക്റ്റ് ഒരു ഏരിയയിൽ തന്നെ നമുക്ക് എൻറ്റർ ചെയ്യാനായിട്ട് പറ്റി. ഓൾമോസ്റ്റ് 19 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്ന് എന്താണ് മാർക്കറ്റ് നടന്നത്, ഇന്നലെ നമ്മൾ ടെലിഗ്രാമിൽ പ്രൊവൈഡ് ചെയ്ത ലെവൽസ് വെച്ചിട്ട് ഇന്ന് എന്താണ് മാർക്കറ്റിൽ നടന്നതെന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നാളത്തേക്കുള്ള ഇൻട്രസ്റ്റിങ്ങും ഇമ്പോർട്ടൻറ്റും ആയിട്ടുള്ള ലെവൽസിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, കുറച്ചധികം ലെവൽസ് നമ്മൾ നാളത്തേക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസാണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു അപ്സൈഡിലോട്ടുള്ള ഈ ഒരു ഏരിയയിലേക്കുള്ള ലെവൽസ് ഒന്നും നോക്കേണ്ടി വരത്തില്ല. മോസ്റ്റ്ലി വേണ്ടി വരുന്ന ലെവൽസ് ഈ ഒരു 4 ലെവൽസ് ആയിരിക്കും. അപ്പോൾ ആ ലെവൽസിലോട്ട് നമുക്ക് കറക്റ്റായിട്ട് പറയാം. ഫസ്റ്റ് ലെവലായിട്ട് ഞാൻ മാർക്ക് ചെയ്തേക്കുന്ന ലെവലാണ് 22,556. ഈ ഒരു ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇലക്ഷൻ ടൈമിലൊക്കെ മാർക്കറ്റ് ജസ്റ്റ് ഒരു ഡൗൺ സൈഡിലോട്ട് വന്നൊരു ലെവലായിരുന്നു. അപ്പോൾ എക്സാക്ട്ലി ആ ഒരു ഏരിയയിലോട്ട് ഇന്ന് മാർക്കറ്റ് എത്തിയ സമയത്താണ് നമുക്ക് ഷാർപ്പായിട്ട് ഡൗൺ സൈഡിലോട്ടൊരു മൂവ്മെൻറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയത്.
അപ്പോൾ ആ ഒരു ലെവലിനെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നാളത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി. ആ ഒരു ലെവലാണ് 22,556 എന്ന് പറഞ്ഞ ലെവൽ. സെക്കൻഡ് ലെവലായിട്ട് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന ലെവലാണ് 22,529 എന്ന് പറഞ്ഞ ലെവൽ. അതിന് താഴെ 2 ലെവൽസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലെവൽസാണ് 22,513 എന്ന് പറഞ്ഞ ലെവലും അതേപോലെ 22,508 എന്ന് പറഞ്ഞ ലെവലും. അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് താഴെ മാർക്കിന് സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മാർക്കറ്റ് 22,430 എന്ന് പറയുന്ന ലെവലിലോട്ട് എത്താനുള്ളൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. പക്ഷേ മാക്സിമം ഇത്രയും പോയിൻറ്റ്സ് ക്യാച്ച് ചെയ്യാനല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ ഒരു ലെവലിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സിലുള്ള എൻട്രീസോ കാര്യങ്ങളോ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു ഏരിയയിലോട്ട് പഞ്ച് ചെയ്യാനുള്ള മോർ പോസിബിലിറ്റി കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ലെവൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതേപോലെ മാർക്കറ്റ് നല്ല രീതിയിൽ അപ്സൈഡിലോട്ട് ഈ ഒരു ലെവലിൻ്റെ മുകളിലൊക്കെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാനും ഈ ഒരു ലെവലിൻ്റെ മുകളിലൊക്കെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാനും പറ്റിക്കഴിഞ്ഞാൽ ഫർദർ ഈ ഒരു ലെവലിലോട്ടൊക്കെ മാർക്കറ്റ് എത്തുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ അപ്സൈഡിലോട്ടൊരു എൻട്രീസ് അധികം അഗ്രസീവ് ആവാനായിട്ട് ഞാൻ പറയുന്നില്ല. മോസ്റ്റ്ലി മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് വരാനായിരിക്കാം കൂടുതൽ പോസിബിലിറ്റി. അതേപോലെ തന്നെ മാർക്കറ്റ് ഇപ്പോൾ എല്ലാവരും പറയുന്ന കാര്യമാണ് ബൈ ഓൺ ഡിപ്പ്. ഏത് ഡിപ്പിൽ ബൈ ചെയ്യണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ സ്റ്റോക്ക് ആയാലും കാര്യങ്ങളാണെങ്കിലും ഞാൻ മോസ്റ്റ്ലി ഇന്ത്യൻ മാർക്കറ്റിൽ സ്റ്റോക്കുകൾ ബൈ ചെയ്യാത്ത ഒരാളാണ്. ഞാൻ അധികവും ക്രിപ്റ്റോയിലാണ് എൻ്റെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഞാൻ കീപ്പ് ചെയ്യുന്നത്. ഞാൻ ട്രേഡ് ചെയ്യാൻ മാത്രമാണ് നിഫ്റ്റി ഇൻസ്ട്രുമെൻറ്റിനെ യൂസ് ചെയ്യുന്നത്. ഒരിക്കലും ഞാൻ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ ബൈ ഓൺ ഡിപ്പ് എന്ന് പറയുന്ന ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു ഡിപ്പിൽ പോയിട്ട് മാർക്കറ്റിൽ ബൈ ചെയ്യാതെ ഏതെങ്കിലും ഒരു സ്ട്രക്ചർ ഷിഫ്റ്റോ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് റിവേഴ്സ് ആവുന്നതായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, മാർക്കറ്റിൽ ബൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാർക്കറ്റ് ഇത്ര ഓൾ ടൈം ഹൈ വരെ പോയായിരുന്നു, ഇനിയും എന്തായാലും അവിടം വരെ മാർക്കറ്റിന് പോകാൻ പറ്റും, എന്തായാലും മാർക്കറ്റ് പോകും എന്നുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങൾ മാർക്കറ്റ് ഇപ്പോൾ ഒരു മാർക്കറ്റ് എന്തായാലും ഓൾ ടൈം പോകും, അതെല്ലാവർക്കും അറിയാം. പക്ഷേ പ്രശ്നമെന്ന് പറയുന്നത് മാർക്കറ്റ് 15,000 നിഫ്റ്റി പോയിട്ടാണോ ഇനി ഓൾ ടൈം ഹൈയിൽ പോകുന്നത്. അപ്പോൾ 15,000 ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ലേ കറക്റ്റ്. അല്ലാതെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇപ്പോൾ ഒരു പകുതി വരെ മാർക്കറ്റ് ഫോളോ വന്നിട്ടുള്ളൂ, ഈ പകുതിക്ക് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ലോ വരെ പോകുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ മാർക്കറ്റ് ഹൈയിലോട്ട് പോകുന്ന ക്യാച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കാതിരിക്കുക. ഏതെങ്കിലും ഒരു ക്ലിയർ കട്ടായിട്ടുള്ള സ്ട്രക്ചർ ഷിഫ്റ്റ് വരുന്ന സമയത്ത് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഈ 15,000 ഓൾ ടൈം ഹൈ എന്നൊക്കെ പറഞ്ഞത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ഇതിലൊരിക്കലും പോയിട്ട് ഇനി മാർക്കറ്റ് 15,000 പോകും അങ്ങനൊന്നും ഇതിനെ ഇൻറ്റർപ്രിറ്റ് ചെയ്യരുത്. അപ്പോൾ ഇന്നത്തേക്കുള്ള അനാലിസിസ് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്രയും ലെവൽസ് മാത്രം നിങ്ങൾ മാർക്കറ്റിൽ വാച്ച് ചെയ്യുക. ഈ ലെവൽസ് എന്ന് പറയുന്നത് എൻട്രി എടുക്കാനുള്ള ലെവൽസ് അല്ല. ഈ ഒരു ലെവൽസിൽ എൻട്രി മോഡൽസ് വരികയാണ്, നിങ്ങളുടേതായ രീതിയിലുള്ള സ്ട്രാറ്റജി ബേസ്ഡ് എൻട്രി മോഡൽസ് കിട്ടുകയാണെങ്കിൽ ഈ ലെവൽസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് മാത്രം നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ടെലിഗ്രാമിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാരെല്ലാം ജോയിൻ ചെയ്യുക. താങ്ക്